നമ്മൾക്ക് ഈ അർജുൻ്റെ അച്ഛൻ നമുക്കൊപ്പം ചേരുകയാണ്. നമുക്ക് അച്ഛൻ്റെ പ്രതികരണത്തിലേക്ക് പോകാം. ഈ മകൻ ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെട്ടു എന്നുള്ള കാര്യം പോലീസിനോട് 2 ദിവസം മുമ്പ് പറയുമ്പോൾ എന്തായിരുന്നു അവരുടെ പ്രതികരണം? ഒന്ന് പറയാമോ? വിനോദ്, അർജുൻ്റെ അച്ഛനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേടിയെടുക്കാം. അർജുന് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? ഞങ്ങൾ 4 ദിവസമായി അറിയുന്നത്. അവൻ്റെ ഫോണ് വരാഞ്ഞിട്ടാണ്. എല്ലാ ദിവസവും 4-5 പ്രാവശ്യം വെച്ച് വിളിക്കൂ, അതൊന്നും തീരെ വിളിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. അർജുൻ ഇവിടെ നിന്ന് പോയത് എപ്പോഴായിരുന്നു? എന്നാലും മോളെ കൃഷ്ണേ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എപ്പോഴായിരുന്നു? കർണാടകയിൽ നിന്ന് അർജുൻ, ഈ പരാതിയെ സംബന്ധിച്ച് പോലീസിനോട് എന്താണ് പറഞ്ഞതെന്നൊന്ന് ചോദിക്കുമോ? എപ്പോഴായിരുന്നു അർജുൻ്റെ അർജുൻ ഫോൺ ബന്ധപ്പെട്ട സമയത്തെ എപ്പോഴായിരുന്നു അവസാനമായിട്ട് അർജുനുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചത്? മോളുടെ അർജുൻ്റെ പിതാവിന് ഈ വിഷയം ഒരു മാനസികമായിട്ടുള്ള പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമുക്ക് അർജുൻ്റെ സഹോദരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ഈ അർജുൻ കർണാടകയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചത് എപ്പോഴായിരുന്നു? അർജുൻ കർണാടകയിൽ നിന്ന് തിരിച്ചത് 15-ാം തീയതിയാണ്. അതായത് കർണാടകയിൽ ആ ഒരു വനത്തിൽ നിന്ന് വണ്ടി ലോഡ് കയറ്റിയിട്ട് രാത്രിയാണ് അവൻ വണ്ടി ഓടിച്ച് വരാറ്. സാധാരണ രാവിലെ നമുക്ക് ട്രാഫിക്കൊക്കെ ഉള്ള സമയത്ത് അവൻ വിശ്രമിക്കാറാണ് പതിവ്. പിന്നെ ഈ നടന്ന സ്ഥലത്ത് അവൻ സാധാരണയായിട്ട് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനൊക്കെ നിൽക്കുന്നൊരു സ്ഥലമാണ്. ആ ചായക്കടയും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ട്, വാഷ് ഔട്ടായിട്ടുണ്ട്. അതിലുള്ള ആളുകളെല്ലാവരും മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അർജുൻ ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സ്പോട്ടിൽ, അതായത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാണ്, വിശ്രമിക്കാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നോ? ഇല്ല, അവൻ രാത്രി, അതായത് 15-ാം തീയതി രാത്രിയാണ് അവൻ്റെ വൈഫുമായിട്ട് ലാസ്റ്റ് കോണ്ടാക്ട് ചെയ്തത്. രാവിലെ അവള് 6 മണിയോ 7 മണിക്കോ വിളിച്ചപ്പോൾ റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ എടുത്തിട്ടില്ല. പിന്നീട് ഒരു 9 മണിയായപ്പോൾ അമ്മ വിളിച്ചപ്പോൾ ഫോൺ ഓഫാണ്. 8:45 ഈ സംഭവം അവിടെ നടക്കുന്നത്. പിന്നെ ഉച്ചയായിട്ടും അവളെ വിളിച്ചിട്ടും കിട്ടാഞ്ഞപ്പോഴാണ് അവൾ അമ്മയുടെ അടുത്ത് പറഞ്ഞ അമ്മ കിട്ടുന്നില്ല എന്നുള്ളത്. പിന്നെ അവൻ്റെ ഫ്രണ്ട് അന്ന് 16-ാം തീയതി പുലർച്ചയ്ക്ക് 3:30 വരെ അവർ ലോറിയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങാതിരിക്കാൻ വേണ്ടി സംസാരിച്ചുകൊണ്ട് പോകും. അവർ 3:30 വരെ സംസാരിച്ചിട്ടുണ്ട്. അതായത് 16-ാം തീയതി പുലർച്ചെ വരെ അർജുൻ സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുണ്ട്. അവൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ആ 3:30-ക്ക് ശേഷം പിന്നെ നമ്മളാരും സംസാരിച്ചിട്ടില്ല. രാവിലെ 7 മണി 7:30-ൻ്റെ ഉള്ളിൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്. 9 മണിയോട് കൂടി ഫോൺ ഓഫാണ്. അർജുന് 2 ഫോൺ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഒരു ഫോണിൽ 2 സിമ്മാണ് ഉള്ളത്. ഒരു ഫോണിൽ 2 സിം. അങ്ങനെയാണ്. അപ്പോൾ 2ാമത്തെ നമ്പറിൽ വിളിക്കുമ്പോൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇല്ലാത്ത ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൻ്റെ പണ്ട് മുതലേ ഉള്ള ഒരു നമ്പർ ഉണ്ട്. അത് ഇന്ന് ട്രൈ ചെയ്തപ്പോൾ ഇന്ന് ഫുള്ള് റിങ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഫുള്ള് റിങ് ചെയ്യുന്നുണ്ട്. എപ്പോഴായിരുന്നു അർജുന് ഓഫായിപ്പോയി? 8 മണിയാകുമ്പോൾ കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കസിന്. അവൻ വിളിച്ചപ്പം ഫുള്ള് റിങ് ചെയ്തു, പിന്നീട് ഓഫായി. ഇന്നലെ വൈഫ് വിളിച്ചപ്പോൾ ഒരു തവണ എപ്പോഴോ റിങ് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ നമ്മൾ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഓക്കേടാ അവൻ എവിടെയോ ഉണ്ട്, നമുക്ക് നോക്കാന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ടും ഇതിന് റെസ്ക്യൂവിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളും വരാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു പ്രഷർ കൊടുക്കാന്നുള്ള രീതിയിൽ നമ്മുടെ MP സാറിനെ കണ്ടു, രാഘവൻ സാറിനെ കണ്ടു. അതിന് പിന്നീട് നമുക്ക് റിപ്പോർട്ടറും ചാനലൊക്കെ വന്നിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. നമ്മൾ അവിടുന്ന് എന്തെങ്കിലും ഒരു കാരണം അവിടെയൊക്കെ റിപ്പോർട്ടും ന്യൂസും പോലീസിലും എല്ലാം ഉണ്ട്. പക്ഷെ അവിടുത്തെ റെസ്ക്യൂ സംവിധാനം ഭയങ്കര ഇതാണ്. അവിടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അനിയന്മാരൊക്കെ അവിടെ ഉണ്ട്. അവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ പറഞ്ഞ ഒരു സ്പേസ് നോക്കി ഇപ്പോഴും അവർ തയ്യാറായിട്ടില്ല. അതായത് ആദ്യം പരാതി കൊടുക്കുന്നത് എപ്പോഴും അർജുനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി 16-ാം തീയതി രാത്രി നമ്മൾ കുംത പോലീസ് സ്റ്റേഷനിൽ അനിയത്തി വിളിച്ചപ്പം അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവിടെ ഉച്ചയ്ക്ക് തന്നെ അർജുൻ്റെ മിസ്സിങ്ങിന് ഫയൽ ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി ഉച്ചയ്ക്ക് ഫയൽ ചെയ്തു. കാരണം അവൻ്റെ വണ്ടിയുടെ GPS ലാസ്റ്റ് ലൊക്കേഷൻ അവിടെയാണ് കാണിച്ചത്. രാവിലെ 8:45 കാണിച്ചപ്പം നമ്മളൊന്നും അത് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ മുതലാളി മീൻസ് ഓണേഴ്സ് തന്നെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ അർജുൻ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? മറ്റാരുമില്ല, അവൻ തനിയാണ് പോകാറുള്ളത്. കോഴിക്കോടേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്? കോഴിക്കോടേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഈ ഇവിടെയുള്ള ഭരണകർത്താക്കളുമായിട്ട് ഏത് സമയത്താണ്, അല്ലെങ്കിൽ പോലീസിലോ അല്ലെങ്കിൽ MP ആയിട്ട് ബന്ധപ്പെട്ട ഏത് സമയത്തായിരുന്നു മലയാളി? അന്ന് രാത്രി അവിടെ പോലീസ് സ്റ്റേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്തു. നമുക്ക് സൈബർ സെല്ലിൽ നിന്ന് എന്തെങ്കിലും അവൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആദ്യത്തെ ഒരു നമ്പർ ലൊക്കേറ്റ് ചെയ്തത് അവൻ വണ്ടി എടുത്ത് വരുന്ന സ്ഥലമാണ്. ഒരെണ്ണം ലൊക്കേറ്റ് ചെയ്യാൻ
ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റെസ്ക്യൂ നടക്കുന്നുണ്ട്, ഇവിടുന്ന് അവിടെ ആളുകൾ പോയിട്ടുണ്ട്, അവരിപ്പം നടക്കും, അല്ലെങ്കിൽ മഴയാണ് നിർത്തി വെച്ചിട്ടുണ്ട്, ഇപ്പം നടക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്നലെ മെനയാന്നും മുഴുവനും കാത്തിരുന്നു. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ട് നടക്കാഞ്ഞപ്പം നമ്മളിങ്ങനെ വേറെ എന്ത് ലെവലിലാണ്, നമ്മൾ എങ്ങനെയാണ് ഇതൊന്നും അവിടെ. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളും കാര്യങ്ങളും മാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവിടെ നമുക്ക് മിനിസ്ട്രി ലെവലിൽ പ്രഷർ കൊടുക്കാതെ അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയാണ് നമ്മൾ നേരെ പോയിട്ട് MP സാറിനെ കാണുന്നതും. സാർ അവിടെ അല്ലായിരുന്നു, പക്ഷേ സാറിൻ്റെ ഓഫീസിലുള്ള ആളുകൾ വേണ്ട കാര്യങ്ങളൊക്കെ അന്നേരം ചെയ്തു. അവരാദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് നമ്മളും കൂടി പോയപ്പോൾ കുറച്ചുകൂടിയും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇപ്പം പോലീസിൽ പരാതി കൊടുക്കുന്നത് 17-ാം തീയതിയാണ് അല്ലേ? 16-ാം തീയതി നമ്മുടെ ചേവായൂർ 16-ാം തീയതി രാത്രിയാണല്ലോ നമ്മളിത് അറിയുന്നത്, അവിടെയാണ്. അപ്പോൾ രാത്രി തന്നെ ഇവർ ഇവിടുന്ന് പോയി. പിന്നെ രാവിലെ നമ്മൾ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുത്തു. നമ്മൾ രാത്രിയാണ് അറിയുന്നത്, പക്ഷെ അവൻ അവിടെ തന്നെ ഉണ്ടോ അറിയില്ല. കാരണം കുറേ പേര് പറഞ്ഞു അവൻ തിരിച്ചു പോയത് കണ്ടിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ അങ്ങനെയല്ലേ കരുതുക. GPS അവിടെ വെച്ച് ഓഫായി, അത് നെറ്റ്വർക്ക് അവിടെ ടവറൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവൻ തിരിച്ചു പോയി എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ നിന്നു. പക്ഷേ രാവിലെ നമ്പർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതായാലും നമ്മൾ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോയത്. അവിടെ ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അറിയാം. വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഇപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഭാരത് ബെൻസ് എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഇന്നലെ രാത്രി വരെ അവൻ്റെ വണ്ടി എഞ്ചിൻ ഓൺ ആണെന്നാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അവരും പറയുന്നത് വണ്ടീൻ്റെ ഉള്ളിൽ അവൻ ഉണ്ടെങ്കിൽ, കാരണം വണ്ടിക്ക് കേടുപാടുകളൊന്നും ഇല്ലാതെ എവിടെയൊന്നും ഉണ്ട്. ആ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. GPS ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ മണ്ണ് മൂടി കിടക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം ഇവർ അവിടെയുള്ള ആളുകളടുത്ത് പറഞ്ഞിട്ട് ഇതുവരെ ആ ഒരു സ്ഥലത്തെ മണ്ണ് നീക്കാൻ ആരും തന്നെ. ഗതാഗത മന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുന്ന പറഞ്ഞു. അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ടുണ്ടോ? അദ്ദേഹം ഫോണിൽ 1-2 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാർ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ച് അവിടെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ഉള്ള ആളുകളായിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ട് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവിടെയുള്ള മിനിസ്ട്രി തലത്തിൽ ബന്ധപ്പെട്ടു മന്ത്രി പറഞ്ഞു. തലത്തിൽ മന്ത്രിയും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ രാജൻ മിനിസ്റ്ററുടെ അവിടുന്ന് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ റെസ്ക്യൂ ഒന്നും കൂടിയും സ്പീഡപ്പ് ആക്കാനും കുറച്ചുകൂടിയും ആളുകളെ ഇറക്കാനുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ KC വേണുഗോപാൽ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ച് നമുക്ക് നല്ല. ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പലതവണ പോയി അന്വേഷിക്കേണ്ട സാഹചര്യം വന്നിരുന്നു. ഇല്ല, നമ്മൾ അവിടെ ജസ്റ്റ് ഇൻഫോം ചെയ്താണ്. കാരണം നമ്മൾ ഇങ്ങനെ മിസ്സിംഗ് ഉണ്ട്, നമുക്ക് അറിയണം എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടേ ഉള്ളൂ. എപ്പോഴായിരുന്നു ഈ ഗതാഗത മന്ത്രി വിളിച്ചത്, ഗണേഷ് കുമാർ വിളിച്ചത്? അതായത് ഇന്നലെ രാത്രിയാണ് ഇത് ന്യൂസൊക്കെ പുറത്ത് വരാൻ തുടങ്ങി കേരളത്തിൽ. പിന്നെ മീഡിയ വണ്ണിൽ ഏതോ ഒരെണ്ണത്തിൽ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ട്. പക്ഷെ ആരും തന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾക്കും ഇങ്ങനെയൊന്നും അറിയില്ലല്ലോ. ഇന്നലെങ്കിൽ അവനെ കിട്ടും. ആദ്യത്തെ ദിവസം വിചാരിച്ച് എല്ലാവരും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞത് അവൻ വേറെ റൂട്ട് കൂടെ പോയിട്ടുണ്ടാവും, നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയ ആണ്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തൊക്കെ അവൻ പോയിട്ട് ചിലപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വിളിക്കാറുണ്ട്. ആ ഒരു ഹോപ്പ്. ഇപ്പം മഴയാണ്, അപ്പം നമ്മൾ അവിടെയുള്ള ആളുകളൊക്കെ വിളിച്ചപ്പം കുറേ ഏരിയയിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ 17-ാം തീയതി നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ലാസ്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലുണ്ട്. പിന്നെ എല്ലാവരുടെ അടുത്തും തിരിച്ചു വരും, അവൻ വേറെ എവിടെയെങ്കിലും റൂട്ട് കാട്ടിലെവിടെയോ കയറിയിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നായിരുന്നു. പക്ഷേ ലാസ്റ്റ് GPS അവിടെയാണെന്നുള്ളത് അന്ന് രാത്രി അറിയുന്നത്. ഇപ്പോൾ പോയിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആളുകളുമായിട്ട് എപ്പോഴും അവസാനമായിട്ട് സംസാരിച്ചത്? ഇപ്പം കൂടി സംസാരിച്ചിട്ടുള്ളൂ. അവരിപ്പം നടക്കുന്ന സ്ഥലത്തുണ്ട്, അവിടെ റെസ്ക്യൂ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായതിനെക്കാട്ടിലും ശക്തമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതോളം നമുക്ക് അറിയില്ല, ഒന്ന് വിളിച്ചാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. വിനോദ്, രക്ഷാപ്രവർത്തനം എന്തായാലും ഈ വിഷയം വാർത്ത പുറത്തു വന്നതിന് ശേഷം രക്ഷാപ്രവർത്തനം കുറച്ച് ഊർജിതമായി നടക്കുന്നുണ്ട് എന്നാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ഇവിടെ ഈ അർജുൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ഭാര്യയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഈ വിഷയം നടന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഗതാഗത ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ അർജുൻ മിസ്സായ അന്ന് തന്നെ അവിടെ കർണാടക പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അവിടെ അന്ന് ആവശ്യമായൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ അടിയിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ നടപടികളിലേക്ക് കടക്കണമെന്ന് നിരന്തരം പറഞ്ഞിട്ടും അത്തരത്തിലൊരു സമീപനം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ ഇത്ര വലിയൊരു അപകടം നടന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഗൗരവം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം അറിഞ്ഞത് ഇന്ന് മാത്രമാണ് എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മംഗലാപുരവും കർണാടകയൊക്കെ പറയുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം പോകുന്നു, പല ആവശ്യങ്ങൾക്ക് പോകുന്നത്, നമുക്ക് വാണിജ്യ വ്യാപാര ബന്ധങ്ങളുള്ള ആശുപത്രി ആവശ്യങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടും 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകൾ പറഞ്ഞിട്ടും ആവശ്യമായ
ആവശ്യമായ നടപടികളിലേക്ക് കടക്കാൻ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പോ തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഇടപെടേണ്ടി വന്നു. ഈ രക്ഷാപ്രവർത്തനം, അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മാധ്യമങ്ങൾ ഇടപെടേണ്ടി വന്നു. ഇന്നലെ മുതൽ വാർത്ത വന്നതിനെ തുടർന്നാണ് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിഷയം അറിയുന്നത്. എന്തായാലും അദ്ദേഹം വിളിച്ചിട്ട് അർജുൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ആവശ്യമായ നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അർജുൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓണാവുന്നു എന്നുള്ളതും ഈ വണ്ടിയുടെ എൻജിൻ ഇന്നലെ വൈകുന്നേരം വരെ ഓണായിരുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വൈകിപ്പിക്കാതെ രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി വേഗത്തിലേക്കാക്കാനുള്ള നടപടിയിലേക്ക് കടക്കണമെന്നാണ് കുടുംബം പറയുന്നത്. ഈ അർജുൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മാനസികമായിട്ടുള്ള പ്രയാസത്തിലാണ്. ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട അധികാരികൾ പരിഗണനയിൽ എടുക്കേണ്ടതാണ്. ഈ വിഷയം ഉടനടി തന്നെ ഒട്ടും താമസിക്കാതെ തന്നെ അവിടെ എന്താണോ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്നത്, ഏത് രീതിയിലാണോ ഇടപെടാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. മന്ത്രിതല ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ ഏകോപിപ്പിക്കണം. അവിടെയുള്ള ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടിയിൽ 4 ദിവസമായി മണ്ണിനടിയിൽ കിടക്കുന്ന നിരവധി ആളുകളുടെ ജീവൻ പുറത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ഈ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട്, പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യക്ഷമമായ നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ ഫോളോ അപ്പ് വർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രീതിയിൽ ഈ വിഷയം ചർച്ചയാവാനും അല്ലെങ്കിൽ 15ഓളം ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാൻ, ഈ 4ാം ദിവസവും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കാനുമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചത് എന്നുള്ളത് അങ്ങേയറ്റം കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വിമർശനം കുടുംബം എന്തായാലും മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അർജുൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ എഞ്ചിൻ ഇന്നലെ വൈകുന്നേരം വരെ ഓണായിരുന്നു. വാഹനം AC ആണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇനി ഒരു നിമിഷം പോലും വൈകാതെ വളരെ പെട്ടെന്ന് തന്നെ നടത്തണം. ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളുടെ ജീവൻ പുറത്തെടുക്കാൻ ആവശ്യമായ നടപടി ഉടനടി സ്വീകരിക്കണം. സംസ്ഥാന സർക്കാർ, കേരള ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഏകോപിപ്പിച്ച രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കേണ്ടത്. അതിനൊട്ടും കാലതാമസം ഉണ്ടാവരുത് എന്നാണ് അർജുൻ്റെ കുടുംബം ഇപ്പോൾ നമ്മോട് പങ്കുവെക്കുന്നത്. വിനോദ്.